പേപ്പർ വിശേഷങ്ങളാണ്. ഇപ്പോൾ പ്രധാന പത്രങ്ങളിൽ വന്ന പ്രസക്തമായ വാർത്തകൾ. പ്രധാന പത്രം വായിക്കാനും ടി വി കാണാനും ചില കൂടുതൽ ആളുകളും ടി വി കേൾക്കുന്നവരുമുണ്ട്. അതെ, അവർക്കായിട്ടാണ്. ആദ്യത്തെ വാർത്ത ഇത് കേരള കൗമുദിയാണ്. പലസ്തീൻകാർക്ക് ജയ് വിളിക്കാൻ പോയത് ഇടതിന് തിരിച്ചടിയായി. ഇത് ജന്മഭൂമി. 2 പത്രങ്ങളിലെ വാർത്തകളുണ്ട്. ഈഴവോട്ട് കിട്ടിയില്ലെന്ന് പറയിപ്പിക്കാനായി വെള്ളാപ്പള്ളി. അത് കേരള കൗമുദിയാണ്. പാലസ്തീൻകാർക്ക് ജയ് വിളിക്കാൻ പോയത് ഇടതിന് തിരിച്ചടിയായി. അത് ജന്മഭൂമിയുമാണ്. വെള്ളാപ്പള്ളി നടേശൻ കുറച്ച് നാളായി ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നോക്കാം അടുത്ത വാർത്ത നോക്കാം. മിൽവോക്കിയിൽ തരംഗമായി ട്രംപ്. അത് മനോരമയുടെ വാർത്തയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. ആ ഫോട്ടോ അതിനുശേഷം ഇദ്ദേഹം ഇറങ്ങുമ്പോൾ ആവേശം കൂടി, ജനപിന്തുണ വർദ്ധിച്ചു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മുടെ JD വാൻസിന്റെ ഭാര്യ ഉഷ ചില്ലുകുറിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ട്രംപിന്റെ ലീഡ് വല്ലാതെ, അതായത് അഭിപ്രായ സർവേകളിൽ, അല്ലെങ്കിൽ അത് തുടർച്ചയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോയിന്റ് അത് വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സഹതാപ രംഗത്ത്. നോക്കാം അടുത്തത്. സേവാഭാരതി 3 ഏക്കർ 47 കുടുംബങ്ങൾക്ക് നൽകുന്ന ജന്മഭൂമി വാർത്തയാണ്. പ്രേക്ഷകരാരോ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു നമുക്ക്, പക്ഷെ അതിലേക്ക് പോകാൻ കഴിഞ്ഞില്ലായിരുന്നു, അന്നേരം വായിക്കാൻ പറ്റിയില്ലായിരുന്നു. അല്ലല്ല, അത് ആ സമയത്ത് അത് നമ്മുടെ സോഷ്യൽ സ്കൂപ്പിൽ വന്ന ജന്മഭൂമിയുടെ ട്വീറ്റ് ആണ് അപ്പോൾ കാണിച്ചത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അതിലേക്ക് പിന്നെ വരാമെന്ന് പറഞ്ഞത് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അല്ല, കമന്റിലും അത് ഇത് സൂചിപ്പിച്ചിരുന്നു ഒരാൾ, ആരാണെന്ന് വിട്ടുപോയി. അത് ഈ പേപ്പറിലേക്കായിട്ട് വെച്ചിരുന്നതാണ്. സേവാഭാരതി 3 ഏക്കർ 47 കുടുംബങ്ങൾക്ക് നൽകുന്നത്. കോട്ടയത്താണ് ഇത് നടക്കുന്നത്. ഉദ്ഘാടനം ശ്രേഷ്ഠദാനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 20-നാണ്. ജന്മഭൂമിയുടെ ഈ വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഈ പേപ്പറിൽ ജന്മഭൂമി ഈ വാർത്ത സംബന്ധിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു. ആ ട്വീറ്റ് ആണ് നമ്മുടെ സോഷ്യൽ സ്കൂപ്പിൽ. അതായത് നമ്മുടെ പ്രേക്ഷകൻ ചൂണ്ടിക്കാണിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, ലൈഫ് പദ്ധതിയുടെ അവസ്ഥ എന്താണ് എന്ന് കൂടി ഒന്ന് വ്യക്തമാക്കണം എന്ന് പറഞ്ഞ് ഇതുമായി ചേർത്ത് വെച്ചൊരു കമന്റ് ഞാൻ കണ്ടു. ലൈഫ് പദ്ധതി കമന്റ് ഞാൻ കണ്ടിരുന്നു. ഇതെന്തായാലും മിഥുൻ അയ്യപ്പൻ ഇത് സംബന്ധിച്ച വാർത്തയും നൽകുന്നുണ്ട്. വഴി തുറന്നു അരിക്കും ഗോതമ്പിനും. സപ്ലൈകോയുടെ വിലക്ക് നീങ്ങുമെന്ന് പറയുന്നു. സബ്സിഡി അരി ക്ഷാമത്തിന് പരിഹാരം ഉണ്ടാകുമെന്നും പ്രത്യേക റേഷനരി വിതരണത്തിന് കൂടുതൽ സമയം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. വന്നത് ഭാരത് അരി. ഭാരത് അരി എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ എന്ത് ചെയ്യാനാ. ഏതായാലും സപ്ലൈകോ വഴി ഭാരത് അരി കിട്ടും എന്ന വാർത്തയാണ് മനോരമയിലുള്ളത്. ഡോക്ടർമാരും രോഗിയും ബന്ധുവും കുടുങ്ങി, വീണ്ടും ലിഫ്റ്റ് തകരാർ, വനിതാ ഡോക്ടറെ ഉൾപ്പെടെ രക്ഷപ്പെടുത്തി. ഡോക്ടർ ഉള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് രക്ഷപ്പെടുത്തിയത്. ഒരു സാധാരണക്കാരൻ 1.5 ദിവസം കിടന്ന് ഒരു സംസ്ഥാനത്ത് ആരോഗ്യ രംഗത്ത് ലോകത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന കേരളത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിലെ ഒരു ലിഫ്റ്റിൽ ഒരാൾ കുടുങ്ങിയിട്ട് 1.5 ദിവസം അവിടെ കിടന്നു എന്ന്. ഞാൻ ഓർക്കുന്നു, ഞാൻ ജനം ടി വിയിൽ വന്ന ആദ്യ ദിവസം നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഞാൻ വായിച്ച വാർത്ത ആദ്യത്തെ അതായിരുന്നു. ലിഫ്റ്റ് തകരാറിലായത് കാരണം എവിടെയാണ് ഈ ഗർഭിണികളുടെ വാർഡിലേക്കുള്ള ലിഫ്റ്റ് തകരാറിലായി 3 നില ഈ ഗർഭിണികളെ, അതായത് പെട്ടെന്ന് തന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ഗർഭിണികളെ എടുത്തുകൊണ്ട് കയറ്റുകയും അവരെ താഴെയാണ് സ്കാൻ സെൻറ്റർ, അപ്പോൾ അവരെ എടുത്തുകൊണ്ട് താഴത്തേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ടായിരുന്നു എന്ന് ആദ്യം ഞാൻ കൈകാര്യം ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എവിടെയൊക്കെ ലിഫ്റ്റ് ഉണ്ടോ അതൊക്കെ തകരാറായി കിടക്കുന്നത് തന്നെയാണ് ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാത്ത വർക്ക് ചെയ്യുന്ന ലിഫ്റ്റുകൾ ഉണ്ടോ എന്നത് സംശയമാണ്. ഏതായാലും പടി കയറി പോകേണ്ടി വരും. രോഗികളോട് അതെങ്ങനെ പറയും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ആ കുടുങ്ങിക്കിടന്ന രോഗിയാവട്ടെ, അത് ഓർത്തോ വാർഡിലേക്ക് വന്ന രോഗിയുമാണ്. അദ്ദേഹത്തിന് എങ്ങനെ ഈ ലിഫ്റ്റ് ഉപയോഗിക്കാതിരിക്കാനാകും? അതുകൊണ്ട് അദ്ദേഹം അത് ഡിപ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അതാണ് മറ്റൊരു വാർത്ത മനോരമയിൽ വന്നിരിക്കുന്നത്, ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഗർഭിണിക്കും ഭർത്താവിനും നേരെ ആക്രമണം, പ്രതികളായ 4 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടു. സംഭവത്തെ കുറിച്ച് കേട്ടറിവ് മാത്രമെന്ന് ജി സ്റ്റീഫൻ MLA പറഞ്ഞു. കേട്ടിട്ടേ ഉള്ളൂ. ഇന്നലെ മുതൽ നമ്മൾ ഈ വാർത്തകൾ പലപ്പോഴായി എല്ലാ മാധ്യമങ്ങളും നൽകിയതാണ്. കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ കൊടുത്ത വാർത്തയാണ്. ജമ്മു സൈന്യവും ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടായി 4 സൈനികർക്ക് വീരമൃത്യു. 2 മാസത്തിനിടെ ജമ്മുവിലെ 7ാമത്തെ ആക്രമണമാണിതെന്ന് അദ്ദേഹം പറയുന്നു. മലയാള മനോരമ പറയുന്നു. അപ്പോൾ ഈ പേപ്പർ വിശേഷം കഴിയുകയാണ്.